കോട്ടയം ബെൽറ്റിന്റെ വക, കോട്ടയം ബെൽറ്റിലെ ഓരോരോ അംഗങ്ങളുടെയും വക ഈ പടത്തിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെയും പേരിൽ ഞാൻ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഹാപ്പി ഓണം. 1983 ക്വീൻ കാണേ അങ്ങനെ 3 സിനിമകൾക്ക് ശേഷം ദ കോട്ടയം ബെൽറ്റ്, ആസിഫ് അലി, ജിസ് ജോയ് കോമ്പോയിൽ വരികയാണ്. ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ ഓണം സ്പെൻഡ് ചെയ്തപ്പോൾ എന്താ സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തത്? ഒരു വലിയ ഓണമായിട്ട് ഫീൽ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ സ്വന്തം ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു ഓണാഘോഷം പോലെയാണ്. ഇത്രയും ദിവസത്തെ ഷൂട്ട്, ഇപ്പോൾ ഏകദേശം ഒരു 36 ഡേയ്സ് ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവരും ഒരു ഫാമിലിയെ പോലെ ആയി. അപ്പോൾ ഇവിടെ ഒരു ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ജെല്ലായിരുന്നു. കുറച്ച് സമയം ഓണസദ്യയും ഇതൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഒരു ഫൺ, നമ്മുടെ ഒരു ക്യാമ്പസ് ലൈഫ് തിരിച്ചു കിട്ടിയ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. ആ ഒരു ത്രില്ലെല്ലാം ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവി ചെയ്യുമ്പം എങ്ങനെയാണ് സാർ അത് ഡീൽ ചെയ്യുന്നത്? അങ്ങനെ ഒരു ഇതില്ല. കാരണം ഇതൊരു വലിയ പടമാണ്. വലിയ പടമാവുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ജിസ് ജോയ്, ആസിഫ് അലി കോംബോ ആണ്. അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഭയങ്കര വലുതാണ്. ഇതിന് മുന്നേ ഉള്ള ജിസേട്ടൻ്റെ പടങ്ങളെക്കാൾ കുറച്ചുകൂടി കൂടുതൽ ത്രില്ലിങ്ങും എന്നാൽ കൂടുതൽ മാസുമായിട്ട്. ഇപ്പോൾ കോട്ടയം ബെൽറ്റ് എന്ന് പറയുന്ന ഒരു പടം ഒരു നെയിം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു നല്ലൊരു മാസ് മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ആർട്ടിസ്റ്റുകളും കൂടുതലുണ്ട്. ആസിഫ് അലി, ഷൈൻ ടോം ചാക്കോ, ബോബി കുര്യൻ, നരയൻ, വിഷ്ണു അഗസ്ത്യ, അശോകേട്ടൻ, ജഗദീഷ് ഏട്ടൻ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള വലിപ്പം പടത്തിനുണ്ട്. ഇത് ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണെങ്കിലും ശരി, എല്ലാം വ്യത്യസ്തമായ സ്ഥലങ്ങളാണ്. വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കോട്ടയം ബെൽറ്റ് എന്നുള്ള ടൈറ്റിൽ റിവീൽ ചെയ്തപ്പം പ്രേക്ഷകർ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു. വളരെ ശ്രദ്ധേയമായൊരു പേര് തന്നെയാണിത്. അതുപോലെ തന്നെ മൂവിയും ഹിറ്റ് അടിക്കട്ടെ. ഓഡിയൻസിന് വളരെ നല്ലൊരു ട്രീറ്റ് തന്നെയായിരിക്കും അല്ലേ കോട്ടയം ബെൽറ്റ്? ഇപ്പൊ ഞാൻ ചെയ്ത പടങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഓഡിയൻസിന്റെ ഒരു ഫിലിം ആയിരിക്കും. എപ്പോഴാണ് കോട്ടയം ബെൽറ്റിന്റെ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഡിസംബറിലാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഡിസംബർ അല്ലെങ്കിൽ ജനുവരി, അതിനപ്പുറത്തേക്ക് അതിന് പോകാൻ ചാൻസ് ഇല്ല. കാരണം അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.